ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ചായയുടെയൊക്കെ ഒപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. രാവിലെ എല്ലായിടത്തും മഴ തന്നെയല്ലേ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായയുടെ ഒപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പെട്ടെന്നായിട്ട് നമുക്ക് കട്ടൻ ചായ തിളക്കുന്ന സമയം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ചായയുടെ ഒപ്പം കഴിക്കാനുള്ളൊരു കടി എന്താണെന്ന് നോക്കാം. അപ്പോൾ കട്ടൻ ചായയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത് അവലാണ് കേട്ടോ വേണ്ടത്. അവൽ നനച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൽ, പിന്നെ പഞ്ചസാര, പിന്നെ തേങ്ങ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. മൂന്ന് കൂട്ടം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവൽ നനച്ചത് ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ചായക്കായിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് അവലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവൽ കാണിക്കുന്നത് ഒരു പ്ലേറ്റിലാണ്. പക്ഷെ നല്ലൊരു വലിയ പാത്രത്തിലെടുക്കാം കേട്ടോ അവൽ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പിന്നെ ഈ തേങ്ങയും അവലും കൂടി അവലും പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരത്തിന് നമ്മുടെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് ഇട്ടില്ല, നമുക്ക് നല്ലൊരു വലിയ പാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി കൈ കൊണ്ട് തന്നെ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അത് പിന്നെ ഇത് പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. അവലും നല്ലോണം തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ചാൽ മതി കേട്ടോ, കൈ കൊണ്ട് തന്നെ. അപ്പോൾ അവൽ നനച്ചതും നല്ല ചൂടുള്ള കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണം കേട്ടോ.